ഹായ് ഡിയേഴ്സ്, നീറ്റ് 2026 എക്സാമിനേഷൻ ഇങ്ങ് അടുത്തെത്തിയല്ലേ. നിങ്ങളെ സ്വപ്നങ്ങളിലേക്ക് പറക്കാൻ ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ. സോ എക്സാമിനേഷൻ ഹാള് പ്രവേശിക്കുന്നതിന് മുന്നേയും ആ എക്സാമിനേഷൻ ഹാള് പ്രവേശിച്ച് കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത്. സോ ഇന്നത്തെ ദിവസം എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 മുതൽ 8 മണിക്കൂർ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഉറങ്ങിയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എക്സാമിനേഷൻ ഡേയിൽ നമുക്കൊരു ബ്രെയിൻ ഫോഗ് വരും, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഫോഗൊക്കെ വരാറുണ്ട്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും വർഷം കഠിനാധ്വാനം ചെയ്തതിൽ യാതൊരു പ്രസക്തിയും ഉണ്ടാവില്ല. അപ്പോൾ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളെ ബിലോങ്ങിങ്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. നാളത്തെ ദിവസം നിങ്ങൾ എക്സാമിനേഷൻ ഹാള് കയറുന്നതിൻ്റെ മുന്നേ ആ കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. എക്സാമിനേഷൻ ഹാള് കയറുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ നിങ്ങളൊന്ന് ഫ്രീ ആവണം. അത് നിങ്ങളെ ബ്രെയിനൊരു റെസ്റ്റ് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഏകദേശം നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ എൻ്റർ ചെയ്ത് ഏകദേശം ഒരു 1:45 സമയമാകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടും. അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പേര് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടാകും. ഇൻവിജിലേറ്റേഴ്സ് കാര്യങ്ങൾ ഒരു പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് അവിടെ തരുന്നതാണ്. അവിടെ നിങ്ങളെല്ലാം ഫില്ല് ചെയ്ത് നിങ്ങളൊരു കൂൾ ഓഫ് ടൈം ഉണ്ടാവും. ആ ടൈമിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് കാര്യങ്ങളൊക്കെ നോക്കുക. നിങ്ങൾ പാനിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതാണ്. ആ പഠിച്ച കാര്യങ്ങൾ നമ്മളെ നാളത്തെ എക്സാമിനേഷനിൽ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മോക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ എഴുതിയ സമയത്ത് ഏത് സബ്ജക്റ്റാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ചില മക്കൾ ബയോളജി ആവാം, ചില മക്കൾ കെമിസ്ട്രി ആവാം. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ മോക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ എഴുതി വന്നിട്ടുള്ളത് ആ സബ്ജക്റ്റ് തന്നെ നിങ്ങൾ തുടങ്ങുക. ഇനി ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വായിച്ചിട്ട് കിട്ടുന്നില്ല, നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങൾ കൂളായിട്ട് ഇരിക്കുകയാണ് വേണ്ടത്, പാനിക് ആവരുത്. തൊട്ടടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോവുക. എന്നിട്ട് അവിടെ റൗണ്ട് ഇട്ട് വെച്ചിട്ട് രണ്ടാമത്തെ ഒരു സെഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാക്കരുത്. നെഗറ്റീവ്സ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമ്മളെ റാങ്ക് പിറകിലേക്കാണ് പോവുക. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ ശ്രദ്ധിക്കുക. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ചൂടുള്ള സമയമാണ്. സോ നിങ്ങൾ തകർത്തിട്ട് വാടാ, നാളെ നമുക്ക് പൊളിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.